ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ നെക്സ്റ്റ് സീസണിൻ്റെ ഫിക്സ്ചർ റിലീസായിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ ഇപ്പോൾ പറയുക? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ വെരി ബെസ്റ്റ് ടഫ് ഫിക്സ്ചർ. ഇതുവരെ ഇങ്ങനൊരു ഫിക്സ്ചർ ഉണ്ടായിട്ടില്ല. ഭയങ്കര ടഫാണ്. ഫസ്റ്റ് മാച്ച് തന്നെ ഹോം മാച്ച് കിട്ടിയിട്ടുണ്ട്. ഓൾഡ് ട്രാഫോർഡിലാണ് കളി, ആർസണലിന്റെ കൂടെ. എന്താവോ എന്തോ, ആർസണൽ കണക്ക് തീർക്കുവോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കണക്കുകൾ ബാക്കിയുണ്ട് നമ്മൾ കടം വീട്ടുവോ അല്ലെങ്കിൽ വീണ്ടും കടത്തിന്റെ എണ്ണം കൂടുവോ ഒന്നും അറിയില്ല. രണ്ടാമത്തെ മാച്ച് ഫുൾഹാമിന്റെ പേരാണ്, എവേ. ഫുൾഹാമിനോട് കുറേ കടങ്ങൾ വിട്ടാണ്. പിന്നെ കടകൾ ഇങ്ങനെ പറഞ്ഞ് തീരൂല. 2024 ലാസ്റ്റ് സീസണിൽ ഫുള്ള് കടകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ കട എടുത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്ത മാച്ച് വരുന്നത് ബേൺലി, അതായത് പുതിയതായിട്ട് നമ്മളെ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് വരുന്ന ടീമാണ് ബേൺലി. അത് ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് അത് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് സിറ്റി ചെൽസി. സിറ്റി എത്തിഹാദിലാണ്. തുടക്കം തന്നെ ഡെർബി, ഫസ്റ്റ് തുടക്കം തന്നെ ഡെർബി. പിന്നെ ചെർക്കി മോന് പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റിയാൻ ചെർക്കി പറഞ്ഞത്, ഞാനൊരു ലിയോണലിസ് ആയതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമല്ല, ഞങ്ങളെ തോൽപ്പിച്ചതാണ്, ഞാൻ യുണൈറ്റഡിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെർക്കി മോനുള്ള പരിപ്പ് വടയും ചായയും തരുന്നതായിരിക്കും. അധികം താമസമില്ല. എനിക്ക് തോന്നുന്നു ചെർക്കിൻ്റെ റിക്വസ്റ്റ് കൊണ്ടായിരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഡർബി വന്നത്. പണി തരാം, അവിടെ നിൽക്ക്, ചെർക്കി മോനുള്ള പണി തരാം. പക്ഷേ അത് കഴിഞ്ഞിട്ടും ടഫ് ഫിക്സ്ചർ തന്നെയാണ്. ഒന്നും അങ്ങോട്ട് ഒരു സുഖയില്ല. കാരണം അടുത്ത 2 മാച്ച് കഴിയുമ്പോൾ, ചെൽസിയുടെ മാച്ച് കഴിഞ്ഞ് 2 മാച്ച് കഴിയുമ്പോൾ തന്നെ ലിവർപൂൾ വരികയാണ്. വൺ ഓഫ് ദ ആർസണലിനും സെയിം തന്നെയാണ്. ആർസണലിനും കുറച്ച് ടഫ് ഫിക്സ്ചർ തന്നെയാണ്. പക്ഷേ വൈൽ കമ്പയറിങ് ടു നമ്മൾ യുണൈറ്റഡിനാണ് പണി കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും 2 ഗുണങ്ങൾ, ഒന്നിക്ക് 2 ഗുണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് മാച്ചസ് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ വന്നത് കൊണ്ട് പെട്ടെന്ന് അവസാനിച്ച് അങ്ങ് തീരുമല്ലോ. പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തത്, അമോറിമിന് ചിലപ്പോൾ അവൻ്റെ കരിയർ രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരിക്കും. കാരണം പുള്ളിക്കാരന് ഇനി ഒരു സപ്പോർട്ട് പ്ലെയേഴ്സ് ആരും കൊടുക്കുന്നില്ല. വീണ്ടും വൈറസിന്റെ കളികളൊക്കെ കളിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി എന്തിനാണ് ഈ ഒരു ചെറുപ്പകാലത്ത് വെറുതെ പുള്ളിയുടെ ഭാവി കളയണ്ടല്ലോ. പോകുന്നതായിരുന്നു നല്ലത്, ഏറ്റവും നല്ലത് പോകുന്നതാണ്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ, പോസിറ്റീവായി തന്നെ എല്ലാവരും നല്ലപോലെ കളിക്കട്ടെ. പക്ഷെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അമോറിമിന് വേണ്ട പ്ലേയേഴ്സിനെ ഇനിയും കിട്ടിയിട്ടില്ല. ഈ മാനേജ്മെന്റ് വീണ്ടും ഉരുണ്ട് കളിക്കുകയാണ്. ആ മത്തേസ് കൂനയുടെ ഡീലല്ലാണ്ട് വേറെ ഒന്നും ഇവന്മാരെ കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ മാനേജ്മെന്റ് കുറ്റം പറയുന്നില്ല, പൈസ ഇല്ല പാട്ട് തന്നെയാണ്. കാരണം സെയിൽ നടക്കാണ്ട് ഇനി ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ എംബോമയുടെ ഡീല് ഓക്കെയാണ്. കാരണം എംബോമെ പേഴ്സണൽ ടൈംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തു. ടോട്ടൻഹാം വിഡ്രോ ചെയ്തു. ടോട്ടൻഹാം ഇല്ല, റേസിലില്ല. ടോട്ടൻഹാം തന്നെ പറഞ്ഞു, എംബോമ ഡയറക്റ്റ് പറഞ്ഞു, ഐ പ്രിഫർ ഓൺലി യുണൈറ്റഡ്. ഓക്കെ ആണ്. പക്ഷെ ആ ഒരു സെക്കൻഡ് ബിഡ് ഇനിയും കൊടുത്തിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ച് ന്യൂസുകൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50+10. ആദ്യം 45+5 ആയിരുന്നു കൊടുത്തത്, അത് റിജക്ട് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 50+10 ആണെന്നാണ് കണ്ടത്. അറൗണ്ട് 60 ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെൻഫോർഡ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. എംബോമയുടെ ഡീല് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമ്മൾ ലാസ്റ്റ് സീസണിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത ഒരു പൊസിഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ. അതിപ്പം ആരെ കിട്ടും? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു പ്രിഫർ ചെയ്ത ഒരാളായിരുന്നു വിക്ടർ ഗ്യോക്കോറസ്. ഇനി അവനെ വേണ്ട. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്, ഗ്യോക്കോറസ് ഇനി വേണ്ട. കാരണം അവൻ നമ്മുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു, എനിക്ക് യുണൈറ്റഡ് വേണ്ട, ഞാൻ ആർസണൽ പ്രിഫർ ചെയ്തു. ഇപ്പൊ എന്തായി? 3G ആയി. ഗോബി വരച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ആർസണൽ പോയി. ആർസണൽ സെസ്കോനെ മിക്കവാറും സൈൻ ചെയ്യും. ഗ്യോക്കോറസിന് വേണ്ടെന്ന് പറഞ്ഞു. റിയൽ മാഡ്രിഡിന് ഓഫർ കൊടുത്തു. റിയൽ മാഡ്രിഡ് റിജക്ട് ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എവിടെ കാണാവോ എനിക്കറിയില്ല. ലിവർപൂൾ വരുമോ? ലിവർപൂൾ എനിക്ക് തോന്നുന്നു ഇസാക്ക് ആയിരിക്കും മിക്കവാറും. ഇസാക്കിൻ്റെത് ഓൾമോസ്റ്റ് അവർ അത് ഫൈനലൈസ് ആക്കും. ഒന്നിക്കൽ ന്യൂനസിനെ കൊടുത്ത് സ്വാപ്പ്, അല്ലെങ്കിൽ ഇസാക്കിനെ സൈൻ ചെയ്ത് ന്യൂനസിനെ സെയിൽ ചെയ്യും. ന്യൂസിന് പിന്നാലെ സൗദി ക്ലബും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. നമുക്ക് ആരാണ്? ഒസിമനെ എന്തായാലും കിട്ടില്ല. ഒസിമൻ വേജ് കട്ട് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് എക്കിറ്റേക്കയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫ്രാങ്ക്ഫർട്ടിന്റെ. പക്ഷേ എക്കിറ്റേക്കൊക്കെ പറയുന്ന പൈസ 100 മില്യൺ ആണ്.
$80 million പ്ലസ് ആഡ് ഓൺസ്, പിന്നെ ഇൻസ്റ്റാൾമെന്റ്സ് നമ്മൾ കൂനക്ക് കൊടുത്തതുപോലെ ഇൻസ്റ്റാൾമെന്റ്സ് ഒക്കെ ഫ്രാങ്ക്ഫർട്ട് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു 22 വയസ്സുള്ള ഒരു പയ്യന് ഇത്രയും പൈസ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബായ യുണൈറ്റഡിലേക്ക് വരുമ്പോൾ പ്രഷർ എന്തായാലും ഉണ്ടാവും. നെക്സ്റ്റ് ഹോയിലുണ്ടായി മാറുമോ, അതാണ് എൻ്റെ ഒരു പേടി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും എൻ്റെ ഒരു പേടിയും അതുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട്. ഒസീമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവൺ ആണ്. ഒസീമൻ പ്രൂവൺ സ്ട്രൈക്കറാണ്. ഇപ്പോൾ ഗ്യൂക്കോറസും പ്രൂവൺ ആണ്. പക്ഷെ ഗ്യൂക്കോറസിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അമോറിം എന്താണോ അത് പറയുന്നത് അറിയില്ല. അമോറിമിന് ഇഷ്ടമാണെങ്കിൽ അമോറിം കൊണ്ടുവരും. പക്ഷെ ഇങ്ങനെ ഒരു മുഖത്തടിച്ച് നോക്കി എനിക്ക് വേണ്ട, എനിക്ക് യുണൈറ്റഡിനെ വേണ്ട, ഞാൻ ചാമ്പ്യൻസ് ലീഗുള്ള ക്ലബ്ബായി അതിലേക്ക് പോവാം, ഫസ്റ്റ് അതായിരുന്നു പറഞ്ഞത്. പിന്നെ ആർസണൽ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ആരും ഇല്ല, അതുകൊണ്ട് അവൻ നമ്മളെടുത്ത് വന്നു. നമ്മൾ ഏകദേശം അത് സൈൻ ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയത്തെ ആർസണൽ വീണ്ടും വന്നപ്പോൾ എന്തായി, അവൻ വീണ്ടും മാറി ചവിട്ടി. ഇങ്ങനെയുള്ള ഒരു പ്ലെയർ നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ കളിക്കില്ല, 100% ഉറപ്പാണ്. അവന് കളിക്കാനുള്ള ഇന്റൻസിറ്റിയും മെന്റാലിറ്റിയും ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്ക് വേണ്ട. കാരണം ഇനിയും ഒരു പരീക്ഷണത്തിന് തയ്യാറാവാനേ പറ്റില്ല. പക്ഷെ സെയിൽ നടക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ സെയിൽ നടക്കണം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ മറ്റേറ്റെങ്കിലും സൈൻ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ ഇത് ഈ ലാസ്റ്റ് ടൈം വരെ എത്തിക്കാണ്ട് പ്രീ സീസണിന് മുന്നോടിയെങ്കിലും ഒന്ന് നമ്മുടെ അമോറിമിന് പ്ലേയേഴ്സിന് കൊടുക്കണം. അല്ലാണ്ട് ലാസ്റ്റ് ഡെഡ് ലൈനിലും 1 വീക്ക് മുന്നേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ നടക്കില്ല. കാരണം ഫിക്സ്ചർ വന്നല്ലോ ഓൾറെഡി. സീസൺ എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. വെരി വെരി ടഫ് മാച്ചസ് ആണ്. അപ്പോൾ ഒരു ട്രെയിനിങ് അമോറിമിന്റെ സിസ്റ്റത്തിനെ പറ്റിയ പ്ലെയേഴ്സിനും അവരുടെ ആ ഒരു കോർഡിനേഷനും കിട്ടാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം തന്നെ പറഞ്ഞാൽ ഒന്നും നടക്കാൻ പറ്റില്ല. അവിടെ മാനേജ്മെന്റ് എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് പ്ലെയേഴ്സിനെ കൊണ്ടുവരിക. പിന്നെ ട്രാൻസ്ഫർ ന്യൂസിൽ പറയാനുള്ളത് നമുക്ക് സാൻജോയുടെ കാര്യമാണ്. നമ്മുടെ ഫ്രീഡം ഫൈറ്റർ, ഗാന്ധിജിയുടെ കൂടെയൊക്കെ നടന്ന മനുഷ്യനാണ്, വടിയൊക്കെ കുത്തിയിട്ട് ഫ്രീഡം ഫൈറ്റർ ആണല്ലോ. അപ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നെപ്പോളിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നെപ്പോളി എനിക്ക് തോന്നുന്നു അവൻ എഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ പേ കട്ടിന് തയ്യാറാകുന്നില്ല. തേത്തില്ലാത്ത വേജസും അവന് വേണം. എന്നിട്ട് അവന്റെ പിന്നാലെ എല്ലാവരും ഇങ്ങനെ കൈകൂപ്പി കാല് പിടിച്ച് വരണം. ഒരു ടീമിനും അവനെ വേണ്ട. എന്നാൽ പിന്നെ കുറച്ച് വേജൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ഇതാക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നെപ്പോളി വന്നിട്ടുണ്ട്. അവൻ പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു വാല്യൂ 25 മില്യൺ അങ്ങനെ നമ്മൾ ചോദിച്ചത്. 25 ഒക്കെ ഭയങ്കര കുറഞ്ഞു പോയി എന്ന് പറയാം. ചുരുക്കി ഒരു 35 എങ്കിലും അങ്ങനെ ചോദിക്കണം. പക്ഷെ ആള് വരുന്നില്ല. എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കണ്ടേ. ഹോയിലുണ്ടിൽ ആരും വരുന്നില്ല. ഹോയിലുണ്ട് മിക്കവാറും സ്റ്റേ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒനാനയുടെ അവസ്ഥ അത് തന്നെ. ഒനാന എംബോമിന്റെ ഏജന്റ് ആയിട്ട് മെല്ലെ സോപ്പ് ഇട്ടിട്ട് അമോറിമിനെ ചാക്കിലാക്കിയിട്ട് ഇവിടെ തന്നെ നിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. അതിന് ഒനാനനെ കൊടുത്ത് ആ പൈസക്ക് എമി മാർട്ടിനസിനെ കൊണ്ടുവന്നാലും പ്രശ്നമില്ലായിരുന്നു. ഇത് ആകെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു മാറിയിട്ടുള്ള അലുവയും മത്തിക്കറിയും പോലെ ആയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആകെ ഒരു മാത്യൂസ് കൂനയുടെ ഡീല് മാത്രം നടത്തിയിട്ട് ഇങ്ങനെ വായു പൊളിച്ചിരിക്കുകയാണ്. എന്താ ഇപ്പൊ ചെയ്യാൻ? നമ്മുടെ പ്ലേയേഴ്സിനെ ആരാണ് കൊണ്ടുപോവുക? ആരെങ്കിലും കൊണ്ടുപോയാലേ നമുക്ക് അടുത്ത് നടത്താൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അധികം നീട്ടിക്കൊണ്ടുപോകാതെ മാക്സിമം പെട്ടെന്ന് നടത്തി കാര്യങ്ങൾ സെറ്റാക്കി അമോറിമിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടഫ് ഫിക്ചർ ഫസ്റ്റ് 8 മാച്ചസ് ആണ്. ആ ഒരു ഫസ്റ്റ് 8 മാച്ചസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 5 മാച്ചസിൽ നമുക്ക് മാക്സിമം പോയിന്റ്സ് എടുക്കാൻ പറ്റിയുണ്ടല്ലോ. വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതേ ഞാൻ പറയുന്നുള്ളൂ. വീണ്ടും പറയുന്നത് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ ദ സെക്കൻഡ് സീസൺ. അമോറിമിന്റെ ഫസ്റ്റ് ഫുൾ സീസൺ ആണ് വരാൻ പോകുന്നത്. കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കുക. അപ്പോൾ ഇനിയും അടുത്ത പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ.